എന്നെ ആരാ ഇവിടെ കൊണ്ടുവന്ന്? ഇപ്പൊ മനസ്സിലായോ ഉണ്ണിയേട്ടനെ? യെസ്. മനസ്സിലായോ വിനുവിന്? യെസ് യെസ്. അനിത, നോ, സാവിത്രി, സാവിത്രി. യെസ് ഉണ്ണിയേട്ടാ, എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞതൊക്കെ ചങ്ങല പോലെ കൊളുത്തി കൊളുത്തി. പക്ഷേ ഉണ്ണിയേട്ടാ, ഇനി എനിക്ക് പോകാമല്ലോ. ഞാൻ ഇന്ന് തന്നെ ഏട്ടനെ ഇൻഫോം ചെയ്യാം. അല്ല സാവിത്രി? എന്റെ കൂടെ വരുന്നോ വീട്ടിലേക്ക്? ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ്. ഞാൻ അങ്ങോട്ട് വരാം. ഉച്ചയ്ക്ക് നമുക്കൊന്ന് ചൂട് കഴിക്കാം. പിന്നെ പോവോ? പിന്നെ പോവാതെ? പിന്നെ പോയാലെങ്ങനെയാ? പൊയ്ക്കോട്ടെ, എനിക്കെന്താ കാര്യം? ഞാൻ ഡോക്ടറല്ലേ, പൊയ്ക്കോട്ടെ. പോണെന്ന് പറയാനും പോണ്ടെന്ന് പറയാനും ഞാനാരാ? പൊയ്ക്കോട്ടെ. സാവിത്രി, നീ എന്തായി പറയുന്നത്? മോളെ, അരുതാത്തതൊന്നും വളരാൻ അനുവദിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോഴേ മനസ്സിന് പറിച്ചു കളയണം. ഉണ്ണിയങ്കിൾ, വേറെ ആർക്കും പറഞ്ഞ മനസ്സിലാവൂല. പിന്നെ പോയ പിന്നെ ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് വരില്ല. സാവിത്രി, ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാം. യു റിലാക്സ്. ശരി. നമ്മുടെ ഔട്ട് ഹൗസിൽ താമസിച്ചിരുന്ന പേഷ്യന്റ് ഇല്ലേ, രാമാനന്ദം, അയാളുടെ റിലേറ്റീവ്സ് ഒന്ന് കൂട്ടിക്കൊണ്ട് പോയി. ഡോക്ടറെ നേരിട്ട് കാണാൻ വേണ്ടി അടുത്ത ആഴ്ച അവരിങ്ങോട്ട് വരുന്നുണ്ട്. അത് ശരി. ദെൻ പിന്നെ വേറൊരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ 36-ല്ലേ വിനോദ്, ഹീസ് കംപ്ലീറ്റ്ലി ക്യൂർഡ്. ഈസ് ഇറ്റ്? അതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ. വിതിൻ മന്ത്സ്. കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റുലേഷൻസ് പറയേണ്ട എന്നോടല്ല, ക്രെഡിറ്റ് ഗോസ് ടു സാവിത്രി. വിനുവിന്റെ ബ്രദറിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്.
ഗുഡ്. ആ മോളെ, ഹരി അവിടെ ബോറടിച്ചിരിക്കുന്നുണ്ടാവും. തന്നെയല്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് തീരുമാനിക്കാനുമുണ്ട്. പിന്നെ ഉണ്ണി, വയറൊക്കെ ഒന്ന് കഴുകി ശുദ്ധിയാക്കി വെച്ചോളൂ. താമസിയാതെ ഒരു സ്റ്റൈലൻ സദ്യ ഉണ്ടേണ്ടി വരും. അല്ലേ മോളെ? രാത്രി ഉണ്ണി വീട്ടിലേക്ക് വരണം. വി വിൽ ഹാവ് എ നൈസ് ഡിന്നർ. ഹരി വന്ന ദിവസമല്ലേ? വാ മോളെ. ഒരു ജന്മം കഴിഞ്ഞതുപോലെ, അന്ന് ബാക്കിയിടുന്നതൊക്കെ അനുഭവിച്ചറിയാൻ പുതിയൊരു ജന്മം കിട്ടിയതുപോലെ. ഇതൊന്നും സ്വപ്നമല്ലെന്ന് വിശ്വസിക്കാൻ ഇനി എനിക്ക് പറ്റുന്നില്ല. ഉറക്കം വരാതെ കിടക്കുമ്പോ ചിലപ്പോ തോന്നും എല്ലാരെയും പറ്റിച്ച് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഭ്രാന്തനായിട്ട് ഇവിടെ തന്നെ കഴിഞ്ഞാലോ എന്ന്. ഇവിടം വിട്ടുപോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഉണ്ണിയേട്ടൻ, അപ്പൂപ്പൻ, പിന്നെ എന്നെ ഒറ്റയ്ക്ക് ഇവിടെ വിട്ടിട്ട് പോവോ? ഒന്നറിഞ്ഞാ കൊള്ളാം. സാവിത്രിക്ക് എന്താ എന്നെ ഇഷ്ടായത്? എനിക്കറിയില്ല. ഞാൻ ഓർക്കുന്നില്ല എപ്പോഴാണ് എന്റെ തുടക്കമെന്ന്. മുൻപ് ഒരിക്കലും അനുഭവമില്ലാത്തൊരു തുള്ളിച്ചാട്ടം എന്റെ മനസ്സിലുണ്ടായി. വിനു കൊണ്ടുവന്ന കുപ്പിയോളകളില്ലേ, അത് നിരത്തി ഞാൻ വിനുവിന്റെ പേര് എഴുതി. അതിൽ വെറുതെ ഉറങ്ങാൻ നോക്കിയിരുന്നു. വിനുവിന്റെ ആ ഡയറി ഇല്ലേ, അതിലെ പേജുകൾ ഞാൻ കൂടെ കൂടെ മറിച്ചു നോക്കും. ഒരു ദിവസം എല്ലാ പേജുകളിലും ഞാൻ വിനുവിന്റെ ചിത്രം കണ്ടു, എന്റെയും. പിന്നെ എന്റെ മുറിയിൽ വിനുവിനെ ട്രീറ്റ് ചെയ്യാൻ ഞാൻ എഴുതി വെച്ച ആ വാക്കുകളില്ലേ, അതിന്റെയൊക്കെ അവസാനം ഞാൻ വിനുവിനെ എഴുതി ചേർത്തു. ഹോസ്പിറ്റലിൽ വിനു ഉള്ളപ്പോ സന്ധ്യ ആവരുതേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. വീട്ടിൽ രാത്രിയായ വെളുക്കാനുള്ള വെപ്രോളായിരുന്നു എനിക്ക്. വിനുവിനറിയോ, ക്ലോക്കിന്റെ സൂചി തിരിച്ച് നേരം വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ ആലോചിച്ചു, എന്താ എനിക്ക് ഇങ്ങനെയൊക്കെയെന്ന്. ഒന്നുകിൽ ഐ വാസ് എ സ്റ്റുപ്പിഡ് ഗേൾ, അല്ലെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് ഐ ലവ് യു. ആ